ക്ഷേത്രത്തെക്കുറിച്ച് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഭഗവത്ഗീതയിൽ ഒരു അധ്യായത്തിന്റെ തുടക്കം തന്നെ എങ്ങനെയാ എന്നാ അറിയോ? ഇതം ശരീരം കൗന്ദേയ ക്ഷേത്രമിത്യഭിധീയത എന്ന്. അല്ലേ അർജുന, ഈ ശരീരം തന്നെ ക്ഷേത്രം. അവിടെ ഈ ക്ഷേത്രം എന്ന് പറഞ്ഞ കൃഷി ഭൂമി എന്നൊക്കെ അർത്ഥമുണ്ട്. ഇവിടെ മറ്റൊരു അർത്ഥം എന്ന് പറഞ്ഞാൽ ആരാധനാലയം, അമ്പലം, ക്ഷേത്രം എന്നൊക്കെ വർഷിപ്പ് ചെയ്യുന്ന സ്ഥലം എന്ന് അർത്ഥം. അതിനെ ക്ഷേത്രം എന്നാണ് പറയുന്നത് ഈ ശരീരത്തെ തന്നെ. കാരണം ഈ ശരീരത്തൊക്കെ തന്നെ നമ്മൾ മനുഷ്യന് ആരാധിക്കാൻ പറ്റുന്ന രൂപഭാവത്തിലൊക്കെയാണ് പ്രതിഷ്ഠിച്ചിട്ടുള്ളത് ക്ഷേത്ര കരദർശന. മനുഷ്യനെ പൊണ്ടി എന്താണ് കരചരണങ്ങളോടുകൂടി മനുഷ്യന്റെ മനസ്സുമൊക്കെ ആയിട്ട്. കാരണം നേരത്തെ സൂചിപ്പിച്ചതുപോലെ ആ ഈശ്വര സങ്കല്പം, ആ ബ്രഹ്മരൂപത്തിനൊന്നും ഒരു പക്ഷേ നമുക്ക് ആരാധിക്കാൻ പറ്റിയെന്ന് വരില്ല. തന്ത്ര സമുച്ചയത്തിൽ തന്നെ പറയുന്നുണ്ട്. അതായത് ഇങ്ങനെയൊക്കെ പറയുന്ന നേരത്തെ ഞാൻ സൂചിപ്പിച്ചതുപോലെ അരൂപിയും അദ്വൈതവും ദേശകാല പരിധികളും ഒന്നും ഇല്ലാത്ത, ആദ്യമധ്യാന്തങ്ങളില്ലാത്ത, ത്രിവിധ ഗുണങ്ങൾക്കൊക്കെ അതീതമായിട്ടുള്ള ഈ പ്രപഞ്ചം മുഴുവൻ നിറഞ്ഞു നിൽക്കുന്ന ഒരു ശക്തിയെ ഞാൻ എങ്ങനെയാണ് ആരാധിക്കുക? അല്ലെങ്കിൽ എൻ്റെ ഓരോ ആരാധനാമൂർത്തിക്ക് ഓരോരോ ധ്യാനമുണ്ട്, സങ്കല്പ ഏത് രൂപത്തിലാണ് പൂജിക്കേണ്ടതെന്ന്. അപ്പൊ അതുകൊണ്ട് തന്ത്രസമുച്ചയത്തിൽ തന്നെ പറയുന്നുണ്ട് രൂപം കൽപ്പിച്ച് ആരാധിക്കാമെന്ന്. അപ്പോ നമ്മളെപ്പന്തിയുള്ള ഭാവത്തിലൊക്കെ മനുഷ്യ രൂപത്തിലൊക്കെ ആയിട്ടാണ് ക്ഷേത്രങ്ങൾ പലതും പ്രതിഷ്ഠിച്ചിരിക്കുന്നത്. പ്രതിഷ്ഠിത വിഗ്രഹം എന്ന് പറഞ്ഞാൽ തന്നെ വിശേഷേണ ഗ്രഹിക്കേണ്ടതാണ്. എന്താണ് വിഗ്രഹം എന്ന് പറഞ്ഞാൽ? വിശേഷേണ ഗ്രഹിക്കേണ്ടതാണ്. ആ ഒരു കല്ലല്ല അതില് ആചാര്യൻ പ്രാണപ്രതിഷ്ഠ ചെയ്യുന്ന സമയത്ത് തന്ത്രി പ്രാണപ്രതിഷ്ഠ മൂലാധാരത്തിലുള്ള തൻ്റെ പ്രാണശക്തിയെ ആ ശക്തിയുടെ ആവാഹിക്കുക എന്ന് പറഞ്ഞാൽ അങ്ങനെ തന്നെയാണ്. മൂലാധാരത്തിലുള്ള ആ ജീവചൈതന്യത്തെയാണ് സ്വാധിഷ്ഠാനം, മണിപൂരകം, അനാഹതം, വിശുദ്ധി, ആജ്ഞ. അവിടെ ആ മനസ്സിന്റെ രൂപമായിരിക്കുന്ന അല്ലെ അതിനെ പ്രതിനിധാനം ചെയ്യുന്ന ആജ്ഞാചക്രത്തിൽ വെച്ച് അതാണ് മനസ്സിനെ സങ്കല്പിക്കുന്നത്. അവിടെ വെച്ചിട്ടാണ് താൻ ആരാധിക്കാൻ പോകുന്ന, താൻ പൂജിക്കാൻ പോകുന്ന ആ വിഗ്രഹത്തെ അല്ലെങ്കിൽ മൂർത്തിയെ നമ്മൾ മനസ്സിൽ കാണുന്നത്. അതിനെ കാണണം, എന്നിട്ട് വേണം ആ വിഗ്രഹത്തിലേക്ക് ആ ശക്തിയെ ആവാഹിക്കാൻ, ആ ചൈതന്യത്തെ. അപ്പൊ അതിന് തീർച്ചയായിട്ടും രൂപം വേണം. അത് തന്ത്രസമുച്ചയത്തിൽ തന്നെ പറയുന്നുണ്ട്. അപ്പൊ നമ്മൾ ക്ഷേത്രം എന്നല്ല, നമ്മളെ ഈ മനുഷ്യ രൂപത്തിലൊക്കെ ഉള്ള രീതിയിലൊക്കെ തന്നെയാണ് നമ്മുടെ ആരാധനാ സൗകര്യത്തിന് വേണ്ടിയിട്ടാണ് അത് വെച്ചിരിക്കുന്നത്. നമ്മളൊരു ഒരാളുടെ വീടാണ് വിചാരിക്കുക. ആ വീട്ടിന്റെ ഉള്ളിലേക്ക് പോകണം, അല്ലെങ്കിൽ അവിടെ എത്തണം എന്നുണ്ടെങ്കിൽ ആ വീട്ടിലെ ഉടമ നിശ്ചയിക്കുന്ന ചില നിയമങ്ങളൊക്കെ അനുസരിച്ചേ പറ്റൂ. എൻ്റെ വീട്ടിലേക്ക് വരുമ്പോൾ ഞാൻ ചിലപ്പോ കാലൊക്കെ കഴുകി അല്ലെങ്കിൽ കുളിച്ചിട്ടൊക്കെ വേണം എൻ്റെ വീട്ടിലേക്ക് വരണം. അത് ചെയ്തേ പറ്റൂ. എൻ്റെ വീട്ടിലേക്ക് വരണം വെച്ചാൽ അതിന് ഞാൻ വെക്കുന്ന നിയമങ്ങളാണ്. അല്ലെങ്കിൽ ചെരുപ്പ് ഒന്നും ഇട്ട് വരാൻ പാടില്ല, അപ്പൊ ഊരി വെച്ചിട്ടൊക്കെ വേണം വരാൻ. അപ്പോ ഇതൊക്കെ തന്നെയാണ് എൻ്റെ വീട് എന്ന് പറയുന്നത്. അത് എൻ്റെത്. അതേമാതിരി തന്നെയാണ് ആ പ്രതിഷ്ഠിത മൂർത്തിയുടെ വീടാണ് ക്ഷേത്രം എന്ന് പറയുന്നത്. അപ്പൊ ആ പ്രതിഷ്ഠാമൂർത്തിയുടെ ഇഷ്ടാനിഷ്ടങ്ങളൊക്കെയാണ് അവിടുത്തെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഒക്കെ ആയിട്ട് വരുന്നത്, അല്ലേ? ഉഷയുടെ വീട്ടിലേക്ക് ഞാൻ പറയാം, ഉഷ പറയാ ചെരുപ്പ് ഊരി വെച്ചിട്ടാണ് വരാം. അങ്ങനെ ചെയ്യാൻ പറ്റില്ല, എന്നാലേ ഉഷയ്ക്ക് അത് തൃപ്തിയാവുള്ളൂ. അത് ഉഷയുടെ ഇഷ്ടമാണ് എന്ന് പറഞ്ഞ മാതിരിയാണ് ആ ഓരോ ദേവനും ആ ദേവന്റേതായ ഇഷ്ടാനിഷ്ടങ്ങളുണ്ട്. അതാണ് അവിടുത്തെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഒക്കെ ഇട്ട് വരുന്നത്. അത് ആചാര്യൻ ആ വിഗ്രഹത്തെ പ്രതിഷ്ഠിക്കുന്ന സമയത്ത് ആ ആചാര്യന്റെ മനസ്സും അവിടെയുള്ള ചൈതന്യവും ഒരേ നൂലിൽ വരുന്ന മാതിരി വരുന്നുണ്ട്. അപ്പോ ആ ആചാര്യന്റെ മനസ്സിൽ ആ ദേവന്റെ ഇഷ്ടാനിഷ്ടങ്ങൾ അറിയുകയാണ്. അതാണ് പിന്നീട് ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ആയിട്ട് വരുന്നത്. വിഗ്രഹം എന്ന് പറഞ്ഞാൽ തന്നെ വിശേഷേണ ഗ്രഹിക്കേണ്ടതിനെയാണ് വിഗ്രഹം എന്ന് പറയുന്നത്. സാധാരണക്കുള്ളതല്ലാന്ന് ഒരു സ്പെഷ്യാലിറ്റി ഉണ്ട് അതിന്. അതുകൊണ്ടാണ് അങ്ങനെ പറയാൻ കാരണം. ബിംബം എന്ന് പറഞ്ഞാൽ ബിംബിക്കുന്നത് എന്തോ അതാണ് ബിംബം. ഒരു ബിംബം എന്ന് പറഞ്ഞാൽ ബിംബിക്കുന്നത്, എന്ത് ബിംബിക്കുന്നത്? ചൈതന്യം തുടിക്കുന്നതിനെയാണ് ബിംബം എന്ന് പറയുന്നത്. എന്താ പറയാ? ചൈതന്യം തുടിച്ചുകൊണ്ട്, വെറുതെ ഒരു ലോഹ വിഗ്രഹം ആവില്ല അത്. പഞ്ചലോക വിഗ്രഹം എന്ന് പറഞ്ഞാൽ അതിലേക്ക് ആ ചൈതന്യം അവിടെ വരുമ്പോ അത് ചൈതന്യം തുടിക്കണം. ബിംബം എന്ന് പറഞ്ഞാൽ ബിംബിക്കുന്നതെന്തോ അതാണ് ബിംബം. ചൈതന്യം തുടിക്കുന്നതാണ്. അപ്പോ അങ്ങനെയുള്ള ആ പ്രതിഷ്ഠിത
വിഗ്രഹത്തെ നമുക്ക് കാണാൻ ആ ക്ഷേത്രത്തിലേക്ക്, ആ ദേവന്റെ, ആ മൂർത്തിയുടെ വീട്ടിലേക്ക് നമ്മൾ ചെല്ലുമ്പോൾ എന്താണ് അവിടെ നമ്മൾ പ്രാർത്ഥിക്കുകയാണ്. എന്താണ്? ക്ഷീയതേ സർവപാപാണി ത്രായതേ മൃത്യുസങ്കരാത് ദീയതേ മോക്ഷമാർഗം തു ക്ഷേത്രമിത്യഭിധീയത എന്ന് പറയും. ക്ഷേത്രത്തിന്റെ വേറെ ഒരു ഡെഫിനിഷനാണ്. എന്താണ്? ക്ഷീയതേ സർവപാപാണി, നമ്മളുടെ എല്ലാ പാപങ്ങളും, ഒരു ഭക്തന്റെ ആരാധന ചെയ്യുന്നവന്റെ സകല പാപത്തെയും ഇല്ലാതാക്കുന്നു. ക്ഷീയതേ, ക്ഷയിപ്പിക്കുന്നു. ക്ഷീയതേ സർവപാപാണി. അടുത്തെന്താ? ത്രായതേ മൃത്യുസങ്കരാത്, മൃത്യുസങ്കരത്തിന്, സാഗരത്തിൽ നിന്നും പ്രാണനം ചെയ്യുന്നതാണ്. ദീയതേ മോക്ഷമാർഗം തു, മോക്ഷമാർഗം നൽകുന്നതാണ്. ക്ഷേത്രമിത്യഭിധീയത, ഇതിനെയാണ് ക്ഷേത്രം എന്ന് പറയുന്നത്. ക്ഷയാത് ത്രായതേ ഇതി ക്ഷേത്ര എന്ന്. ക്ഷയത്തിൽ നിന്നും നാശത്തിൽ നിന്നും നമ്മെ എന്താണോ രക്ഷിക്കുന്നത് അതാണ് ക്ഷേത്രം. അപ്പൊ നമ്മളെ നാശം എന്ന് പറയുന്നത് ഏത് തരത്തിലുള്ള നാശവുമാവാം. ആ നാശത്തിൽ നിന്ന് നമ്മളെ, ആ ഭക്തനെ രക്ഷിക്കുന്നതാണ് ക്ഷേത്രം എന്ന് പറയുന്നത്. ക്ഷയാത് ത്രായതേ ഇതി ക്ഷേത്ര എന്ന് പറയാണ്. ഇനി വലിയ എന്താണ്, ധ്വജപ്രതിഷ്ഠയൊക്കെയുള്ള, കൊടിമരൊക്കെയുള്ള ക്ഷേത്രത്തിന് വലിയ ഷഡാധാര പ്രതിഷ്ഠ എന്നൊക്കെയാണ് പറയുന്നത്. വലിയൊരു സബ്ജക്റ്റാണ് ഈ തന്ത്രശാസ്ത്രം എന്നൊക്കെ പറഞ്ഞത്. ആ ഷഡാധാര പ്രതിഷ്ഠയൊക്കെ ഉള്ള വലിയ ക്ഷേത്രത്തില് അതിന് ആ വലിയ എന്താണ് ധ്വജവും കൊടിമരവും ഒക്കെയുള്ള ആ ക്ഷേത്രത്തിന് പറയാം ഷഡാധാര. അവിടെ ഷഡാധാര പ്രതിഷ്ഠയാണ്. ഷഡ് ആധാരങ്ങൾ എന്ന് പറഞ്ഞാൽ എന്താണ്? എന്ന ആധാരചക്രങ്ങൾ കേട്ടില്ലേ? മൂലാധാരം, സ്വാധിഷ്ഠാനം, മണിപൂരകം, അനാഹതം, വിശുദ്ധി, ആജ്ഞ. ഇതാണ് ആധാരം. 6 ആധാരചക്രങ്ങളാണ്. ഏതൊക്കെയാണ്? മൂലാധാരം, സ്വാധിഷ്ഠാനം, മണിപൂരകം, അനാഹതം, വിശുദ്ധി, ആജ്ഞ. ഗുദലിംഗ മധ്യത്തിലായിട്ട് 4 ഇതളുകളുള്ള ഒരു താമര പുഷ്പത്തിന്റെ ആകൃതിയിലാണ് അത്ര മൂലാധാര ചക്രം. അതിനുള്ളിലാണ് നമ്മളെ ഈ ജീവചൈതന്യം തുടിക്കുന്നത് എന്നാ പറഞ്ഞത്. അവിടെ അതിനെ കുണ്ടലി, പല ആചാര്യം പല രീതിയിൽ പറയാറുണ്ട്. യോഗശാസ്ത്രത്തിലൊക്കെ കുണ്ടലിനി, ശക്തി എന്നൊക്കെ പറയാറുണ്ട്. ആ ജീവചൈതന്യം തന്നെയാണത്. അതാണ് പരാശക്തി എന്ന് പറയുന്നത്. ശബ്ദത്തിന്റെ, ഞാൻ ഉഷ എന്ന് പറയുന്ന ആ ശബ്ദം സംസ്കൃതത്തിൽ പറയാ വൈഖരി എന്നാണ്. ഈ വൈഖരി, ഈ പുറത്തേക്ക് നിങ്ങൾ എന്റെ കണ്ഠത്തിലൂടെ വായയിലൂടെ ഒക്കെ പുറത്തേക്ക് വരുന്ന ഈ ശബ്ദത്തിനെ സംസ്കൃതത്തിൽ പറയാ വൈഖരി എന്നാണ്. ഇത് ഇത് പുറത്തേക്ക് വരുന്നതിന് മുമ്പ് ഇതിന്റെ പ്രവർത്തനം തുടങ്ങിയിട്ടുണ്ട് മൂലാധാരത്തിൽ തന്നെ. ഏതൊരു മനുഷ്യനും ശബ്ദിക്കണം എന്നത് അതിന്റെ ആരംഭം മൂലാധാരത്തിൽ നിന്നും ആരംഭിക്കുന്നുണ്ട്. അതാണ് പര, പശ്യന്തി, മധ്യമ, വൈഖരി. ഈ വൈഖരിയുടെ മുമ്പത്തുള്ള 3 അവസ്ഥകളാണ് പര, പശ്യന്തി, മധ്യമ, വൈഖരി എന്നത്. ആ കുണ്ടലിനി ശക്തിയിൽ അല്ല, മൂലാധാരത്തിൽ പരയായിരിക്കുന്ന ആ ശക്തിയാണ് മൂലാധാരേ പരാപ്രോക്ത എന്നാണ്. മൂലാധാരത്തില് ഇതിനെ പര എന്ന് പറയുന്നു. പശ്യന്തി നാഭിസംസ്ഥിത എന്നാണ്. നാഭിഭാഗത്തുള്ള മണിപൂരകത്തിൽ എന്താ അതിന് പറയുന്നത്? പശ്യന്തി എന്നാണ് ഈ ശബ്ദത്തെ പറയുന്നത്. ശബ്ദത്തിന്റെ 4 അവസ്ഥാഭേദങ്ങളാണ്. ഒന്ന് പര, പശ്യന്തി, മധ്യമ, വൈഖരി എന്നുള്ളത്. അപ്പൊ ആദ്യം മൂലാധാരത്തില് അതിനെ പരാശക്തി എന്നൊക്കെ പറയാം നമുക്ക്. അത് കഴിഞ്ഞാൽ മൂലാധാരം, സ്വാധിഷ്ഠാന, മൂലാധാരം, മണിപൂരക, നാഭിഭാഗത്തുള്ള ആ മണിപൂരക ചക്രത്തിൽ എത്തുമ്പോ അതിന് പറയുന്ന പേരാണ് മൂലാധാരേ പരാപ്രോക്ത പശ്യന്തി നാഭിസംസ്ഥിത. മധ്യമ ബുദ്ധി സംയുക്ത, ഹൃദയഭാഗത്തൊക്കെ എത്തുമ്പോ അതിനെ മധ്യമ എന്ന് പറയുന്നു. മധ്യമ ബുദ്ധി അഷ്ടസ്ഥാനേഷു വൈഖരീന. പിന്നെ ഈ 8 സ്ഥാനങ്ങളെ സ്പർശിച്ചുകൊണ്ടാണ് ഇത് ഇങ്ങോട്ട് പുറത്തേക്ക് വരുന്നത്. ആ തൊണ്ടയിൽ അതാണ് അഷ്ടസ്ഥാനങ്ങളില് സ്പർശിച്ചുകൊണ്ട് ഞാൻ പനിയിൽ അങ്ങോട്ട് പറയുമ്പോ ആ ശബ്ദത്തിനെ പറയുന്ന പേരാണ് വൈഖരി എന്നുള്ളത്. അപ്പോ ഇത് ഷഡാധാരങ്ങൾ ഒരു പ്രത്യേകത. ഈ ഷഡാധാരങ്ങളെ റെപ്രസെന്റ് ചെയ്യുന്നതാണ് ഈ ഷഡാധാരങ്ങൾ. ഈ ക്ഷേത്രത്തില് നിങ്ങൾ ഈ കാണുന്ന വിഗ്രഹത്തിന്റെ ചോട്ടിൽ ആ വിഗ്രഹത്തും ചേർത്തിട്ടുള്ള 6 ആധാര ചക്രങ്ങളുണ്ട്. ഏറ്റവും ഭൂമിയൊക്കെ കുഴിച്ചെടുത്തിട്ടാണ് ഇത് ചെയ്യുന്നത്. അത് ആധാരശക്തി അല്ലെങ്കിൽ ആധാരശില എന്ന് പറയും. ആധാരശില,
നിധികുംഭം, പത്മം, കൂർമ്മം, യോഗനാളം, നപുംസകശില. ആണുമല്ല പെണ്ണുമല്ല എന്നതാണ് ആ പീഠം എന്ന് പറയുന്നത്. അങ്ങനെയാണ്. ശിലകൾ ആൺശിലയുണ്ട്, പെൺശിലയുണ്ട്. ആ വിഗ്രഹത്തിന് ചോട്ടിലുള്ള ആ ശില വന്നിട്ട് നപുംസകശിലയാണ്. ഇത് അത് മനസ്സിനെ പ്രതിനിധാനം ചെയ്യുന്നതാണ്. മനസ്സിലാകുന്നുണ്ടോ? മനസ്സ് ഞാൻ ഇന്നലെ പറഞ്ഞു മനോരൂപേക്ഷു കോദണ്ഡ എന്നാണ് ഇതില്. അത് ഒരു കോദണ്ഡ വില്ലിന്റെ മാതിരി ഇങ്ങനെ വളഞ്ഞുകൊണ്ട സങ്കല്പ വികല്പം, സ്ട്രെയിറ്റ് അല്ല. അപ്പൊ ഇവിടെ ഈ ആധാരശില എന്നുള്ളത് മൂലാധാരത്തിനെ പ്രതിനിധാനം ചെയ്യുന്നതാണ്. ഷഡാധാര പ്രതിഷ്ഠ എന്നൊക്കെ പറഞ്ഞാൽ അങ്ങനെയാണ് ആധാരശില. അപ്പോ ആധാരശില, നിധികുംഭം, ഇതൊക്കെ ഈ നിങ്ങൾ കാണുന്ന ഈ വിഗ്രഹത്തിന്റെ ചോട്ടിലുള്ള സാധനങ്ങളാണ്. അത് കാണൂല. ഏറ്റവും അടിയിലുള്ള മൂലാധാര ആധാരശില എന്ന് പറയും. അത് കഴിഞ്ഞാൽ നിധികുംഭം, അതിൽ രത്നങ്ങളൊക്കെ വെച്ചിട്ടൊരു കുംഭം കുടം തന്നെ വെച്ചിട്ടുണ്ടാവും. അതിന്റെ മേലെ വരുന്നതാണ് പത്മം എന്നുള്ളത്. താമര മാതിരിയുള്ള ഒരു സാധനം ഉണ്ടാവും. അത് കഴിഞ്ഞാൽ പിന്നെ കൂർമ്മം. കൂർമ്മം എന്ന് പറഞ്ഞാല് ആമയാണ്. ആമയുടെ ഇതെന്താ തത്വം എന്താണ്? അത്ര കട്ടിയാണ്, ഏത് ഭാരത്തെയും താങ്ങുന്നതാണ്. പിന്നെന്താണ്? യോഗനാളം, ആ കഴുത്ത അതിന്റെ സങ്കല്പം. പിന്നെ നപുംസകശില. അത് കഴിഞ്ഞാലാണ് ആ വിഗ്രഹത്തിന്റെ ചോട്ടിലുള്ള ശില കാണുന്നത്. അത് കഴിഞ്ഞാലാണ് നമുക്ക് സഹസ്രദള പത്മത്തിനെയൊക്കെ സൂചിപ്പിക്കാം നമുക്ക് ആ വിഗ്രഹാഭാഗത്തേക്കാം. അപ്പൊ അതാണ് ഒരു ക്ഷേത്ര സങ്കല്പം. ഇനി അടുത്ത ക്ലാസ്സിൽ കുറച്ച് കണ്ടിന്യൂഷൻ ആയിട്ട് പോവാം നമുക്ക്. അത് കഴിഞ്ഞാൽ ഒരു ശിവക്ഷേത്രം എങ്ങനെയാണ്, ശിവക്ഷേത്രത്തിലെ പ്രതിഷ്ഠിത ചുറ്റുമുള്ള ബലിക്കല്ലുകൾ എന്തൊക്കെയാണ്, അതിനെക്കുറിച്ചൊക്കെ ഭൂതഗണങ്ങളെ കുറിച്ചൊക്കെ നമുക്ക് എടുക്കാം ഇതിനോടനുബന്ധമായിട്ട്. അപ്പൊ ഇന്നത്തെ ക്ലാസ് ഇവിടെ സമംഗളം പര്യവസാനിപ്പിക്കുകയാണ്. എല്ലാ പുണ്യങ്ങളും എല്ലാ ഭക്തന്മാർക്കും ചേരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് വാക്കുകൾ ഉപസംഹരിക്കുന്നു.